എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിജയലക്ഷ്മി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. വിജയലക്ഷ്മിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമൊക്കെയാണ്. കാരണം ബാംഗ്ലൂരിൽ നിന്ന് താൻ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ ഗോവിന്ദനെ തനിക്ക് സ്വന്തമാക്കണം, അല്ലെങ്കിൽ ഗോവിന്ദന്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറണം എന്ന് ഓർത്ത് തന്നെയാണ്. അങ്ങനെ അവസാനം അവൻ അമ്മയെ സ്നേഹിക്കാനായിട്ട് തുടങ്ങി. ഈ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇത് കരുതിയിട്ട് മാത്രമാണ് താൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അവസാനം തന്റെ ആഗ്രഹങ്ങളൊക്കെ നടന്നിരിക്കുന്നു എന്ന് ഗോവിന്ദ് തന്നെ കുറിച്ച് രാധികയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെയാണ് വിജയലക്ഷ്മിക്ക് തോന്നിയത്. പിന്നീട് വിജയലക്ഷ്മി നേരെയേറ്റ് ഭഗവാന്റെ മുന്നിലേക്ക് ചെല്ലുവാണ്. പൂജാമുറി ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നെ ഭഗവാനെ, ഇതുവരെയും കാര്യങ്ങൾ നീ ഭംഗിയാക്കി തന്നു. ഇനി എനിക്ക് ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല. ഗീതനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഗീതനോട് പറയണം. എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ ഇനി മൂടി വെച്ചിട്ട് കാര്യമില്ല. സത്യങ്ങൾ അറിയേണ്ട സമയങ്ങളൊക്കെ ആയിരിക്കുന്നു ഗീതു. ഇനി അതും മറച്ചു വെച്ചാൽ വലിയ അപകടത്തിലേക്ക് ചെന്ന് ചാടത്തുള്ളൂ എന്നൊക്കെ വിജയലക്ഷ്മി അവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ദേവിയോട്. ആ സമയം ഗോവിന്ദ് ഗീതുവിന്റെ അരിയിലേക്ക് വരുവാണ്. ഗീതുവിനോട് വന്നിട്ട് ചോദിച്ചു, അല്ല നിനക്ക് എന്തെങ്കിലും അറിയാവോന്ന് ചോദിക്കാം. എന്ത് കാര്യത്തെ കുറിച്ചാ കണ്ണേണ്ണി പറയണേ? അല്ല, ഈ വിജയലക്ഷ്മി നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിക്കാം. എന്ത് പറഞ്ഞിട്ടുണ്ടോന്ന്? അല്ല, എന്തെങ്കിലും കാര്യം. എന്ത് കാര്യത്തെക്കുറിച്ചാണ് കണ്ണേട്ടൻ പറ. അത് പിന്നെ എന്നെ ഇട്ടിട്ട് പോകാനുള്ള കാരണവും അത് കൂടാതെ രഞ്ജുവിന്റെ അച്ഛനാന്നുള്ള ആരാന്നുള്ള കാര്യം അതിനെക്കുറിച്ചൊക്കെയുള്ള സംസാരം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ തമ്മിൽ? നിന്നോട് ആ രഹസ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടതും ഗീത പറഞ്ഞു, എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പം കോന്നൊരു സത്യം പറ, നിനക്കറിയാം. അറിയാമെങ്കിൽ അറിയാം, എന്നോട് പല രഹസ്യങ്ങളും അമ്മ പറഞ്ഞിട്ടുണ്ട്. അതല്ലേ ഇപ്പൊ കണ്ണേട്ടനോട് പറയാൻ പറ്റുമോന്ന് ചോദിക്കാം. അല്ല, ഈ രഹസ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് പറയാം. വേണ്ട, എനിക്കറിയാം. ഇനി പറഞ്ഞിട്ടുണ്ടേ പോലും നീ പറയാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇതിനു മുമ്പ് വിജയലക്ഷ്മിയാണ് എന്റെ അമ്മയെന്ന് അറിഞ്ഞിട്ട് പോലും നീ ആ രഹസ്യം മൂടി വെച്ച് നടന്നോളല്ലേ. അത് പിന്നെ അന്ന് ഞാൻ അറിഞ്ഞ അത് വിജയലക്ഷ്മി അമ്മയിൽ നിന്നല്ല രഹസ്യം അറിഞ്ഞത്. അത് ഞാൻ അറിഞ്ഞ കണ്ണേട്ടന്റെ SSLC ബുക്കിൽ നിന്ന് അറിഞ്ഞത്. അന്നാപ്പാ വിസയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ നീക്കണ സമയത്ത് കണ്ണേട്ടന്റെ SSLC ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടി. ആ രേഖകളിൽ നിന്നാണ് ഞാൻ ആ കാര്യം അറിഞ്ഞത്. അതിന് അമ്മേനെ കുറ്റപ്പെടുത്തണ്ടെന്ന് പറയാം. ഓ, എന്തിനും ഏതിനും പിന്നെ നിനക്കൊരു ന്യായവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അത് പിന്നെ എൻ്റെ അടുത്ത് എടുക്കണ്ട. ഞാൻ ചോദിച്ചുള്ള മറുപടി പറയുന്നു പറയണം. ഞാൻ പറഞ്ഞല്ലോ കണ്ണേട്ടാ, ഇനി എനിക്ക് ചങ്ക് പറിച്ച് കാണിക്കാനൊന്നും പറ്റുമെന്നില്ല. അല്ല പിന്നെ ചങ്ക് പറിച്ച് കാണിച്ചാലും ചെമ്പരത്തിപ്പോ എന്ന് പറയുന്നൊരു കണ്ണേട്ടൻ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ഗീതുവിന്റെ ഫോൺ ബെല്ലടിക്കണം. നോക്കിയപ്പം വിജയലക്ഷ്മിയാ. ഗീത പറഞ്ഞു, അതെ ഞാൻ ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വട്ടേന്ന് പറഞ്ഞ് അങ്ങ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഗോവിന്ദ് പറഞ്ഞു, എങ്ങോട്ടാ? അവിടെ നിൽക്കാൻ പറയണം. എന്തിന്? ഇവിടെ നിന്ന് നീ കോൾ അറ്റൻഡ് ചെയ്താൽ മതി. അത് പിന്നെ കണ്ണേട്ടാ, അമ്മയാ വിളിക്കണേന്ന് പറയാ. അമ്മയാണ് വിളിക്കുന്നെങ്കിൽ എന്താ കുഴപ്പം? നീ ഇവിടെ നിന്ന് എന്റെ അടുത്ത് നിന്ന് അറ്റൻഡ് ചെയ്യുക. ഞാൻ അറിയത്തില്ലാത്ത എന്ത് രഹസ്യങ്ങളാണ് നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുന്നേ. അത് പിന്നെ ഞങ്ങൾക്ക് പല കാര്യങ്ങളും കാണും. അങ്ങനെ ഇപ്പൊ പുറത്തു പോയി സംസാരിക്കണ്ട. ലൗഡ് സ്പീക്കർ ഇട്ട് എന്റെ അടുത്ത് നിന്ന് സംസാരിച്ചാൽ മതി എന്ന് പറയാം. പറ്റില്ല. ഓഹോ, അന്ന് എങ്ങനെയൊന്ന് കാണണമല്ലോ എന്ന് പറയണം. അവസാനം ഗീത പറഞ്ഞു, കോളെടുക്ക്. ഗീതല്ല, ഗോവിന്ദ് പറഞ്ഞു, കോളെടുക്ക്. കോളെടുത്ത് ലൗഡ് സ്പീക്കർ ഇടാൻ പറയണം. ഗീത പറഞ്ഞു, ശരി ആയിക്കോട്ടെ. എന്താ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുള്ള കാര്യം കണ്ണേട്ട് അങ്ങോട്ട് കേൾക്കാൻ പറയണം. അങ്ങനെ ഗീത കോളെടുത്ത് ലൗഡ് സ്പീക്കർ ഇട്ടു. പിന്നീട് വിജയലക്ഷ്മി ഗീതനോട് ചോദിച്ചു, തിരക്കിലാണോ മോളെന്ന് ചോദിക്കാം. അല്ല, എന്താമ്മേ പറഞ്ഞു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, പറയാനുണ്ടെന്ന് പറയണം. എന്താമ്മേ, എന്താ പ്രത്യേകിച്ചെന്ന് ചോദിക്കാം. അത് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി എനിക്കതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. ഞാനും അനാർക്കലിയും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. അതിനെക്കുറിച്ച് എനിക്ക് നിന്നോട് പറയാനുള്ളത്. അതെനിക്കിനി മറച്ചു വെക്കാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗീത ആലോചിച്ചു, ഒരു പക്ഷെ അനാർക്കലിയെ സംബന്ധിക്കുന്ന കാര്യമാണെങ്കിൽ അത് ഡേഞ്ചർ ആയിരിക്കും. കണ്ണേട്ടൻ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ പിന്നെ ഇപ്പോഴുള്ള ഈ സ്ഥിതിയൊക്കെ ഇങ്ങോട്ട് മാറും. അമ്മയോട് വീണ്ടും ദേഷ്യവും. അതൊരു കാരണവശാലും പാടില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ആലോചിക്കുവാണ്. ഇത് പെട്ടെന്ന് പറഞ്ഞു, അയ്യോ കേൾക്കണില്ല അമ്മയെന്ന് പറയണം. ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു, അല്ല മോളെ, നിനക്കെന്താ കേൾക്കാത്തെ? അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പിന്നീട് സംസാരിക്കാം. അല്ല മോളെ, അർജന്റായിട്ട് പറയേണ്ട കാര്യങ്ങളാ, എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. ഗീതമാണെങ്കിൽ ഒന്നും കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുകയാണ്. ഗോവിന്ദോര് മര്യാദയ്ക്ക് സംസാരിക്കുക എന്ന് പറഞ്ഞ് കൈയും കൊണ്ടും കാലും കൊണ്ടൊക്കെ ആദ്യം കാണിക്കണം. കോള് കട്ട് ചെയ്തിട്ട് നീ എൻ്റെ അത് മേടിക്കും എന്നൊക്കെ പറഞ്ഞ് കൈ കൊണ്ട് കാണിക്കുക. അവസാനം ഗീത പറഞ്ഞു, ശരി അമ്മയ്ക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ പറ. അമ്മയും അനാർക്കലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് ചോദിക്കേ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല മോളെ. രാധിക ഉള്ള പോലെ ഒരു ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ല. എന്റെ മുന്നിലെങ്ങാനും അവള് വന്ന് പെട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ നല്ല ചീത്ത പറഞ്ഞ് വിടാറോ പതിവുള്ളെന്ന് പറയാണ്. പിന്നെ എന്താമ്മേ, അമ്മയ്ക്ക് എന്നോട് എന്തോ പറയാനുള്ള കാര്യം എന്താ? അല്ല പിന്നെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, ഇന്ന് ഗോവിന്ദ് ചെയ്ത മോശപ്പെട്ടൊരു കാര്യമായിപ്പോയി.
ഒന്നുമല്ലെങ്കിൽ അനാർക്കലി ഒരു സ്ത്രീയല്ലേ, അവര് പെറ്റമ്മയല്ലേ, അവരുടെ മോളെ കുറിച്ച് അങ്ങനെ പറഞ്ഞ് ശരിയായില്ല. അവരുടെ മോൾ എവിടെയാണെങ്കിലും തപ്പിത്തേടി കണ്ടുപിടിച്ച് അവളെ കൊല്ലൂന്നൊക്കെയുള്ള ഒരു പെറ്റമ്മയായി എനിക്ക് അവരുടെ വേദന മനസ്സിലാവും. കുറെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അവൻ എന്താ അങ്ങനെ പറഞ്ഞെന്ന് അറിയാവുന്ന ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗീത പറഞ്ഞു, അല്ല അമ്മയ്ക്ക് ഒരു കാര്യം അറിയാവുന്നതല്ലേ, നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ച അറക്കൽ കുടുംബത്തെ നശിപ്പിച്ച സ്ത്രീയാ അവര്. അപ്പൊ തലമുറകളായിട്ട് അവരിങ്ങനെ ആ കാര്യം ചെയ്തുകൊണ്ട് വരുന്നിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ കണ്ണേട്ടൻ പറഞ്ഞാലും ഒരു തെറ്റുമില്ല. അവരുടെ മോളെ തപ്പി കണ്ടുപിടിച്ച് ഇല്ലാതാക്കുന്നുള്ള ഒരു പക്ഷേങ്കിൽ ഇനി പക നിന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും പല ആൾക്കാരും വീണുപോകും. അതുകൊണ്ട് കണ്ണേട്ടൻ ആ ഒരു വാശിപ്പുറത്ത് പറഞ്ഞ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണേട്ടൻ ആ പുറകെ പോയി ആ കുട്ടിനെ ഇല്ലാതാക്കാനൊന്നും ശ്രമിക്കത്തില്ല എന്ന് പറയണം. മോളെ നീ ഒന്ന് ശ്രദ്ധിച്ചോണം, ഒരു കാരണവശാലും അങ്ങനെയൊന്നും സംഭവിക്കരുത്. അതിനേക്കാളും വലിയൊരു പാവം വേറെയില്ല. കാരണം 3 ഗർഭിണികളെ ഇപ്പൊ ആ വീട്ടിലുള്ള നീ ഒരമ്മയാനിട്ട് പോവാ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കാ കേട്. അതൊക്കെ നീ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് പറയാം. ഇത് കേട്ട ഗീത പറഞ്ഞു, ശരിയമ്മേ ഞാൻ അതൊക്കെ പറഞ്ഞോളാന്ന് പറയാ. പിന്നെ അറിയാലോ മോളെ, ദേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ഒരു പക്ഷേങ്കിൽ നമ്മൾ അറിയത്തില്ലാത്ത പല രഹസ്യങ്ങളും കാണും എന്നൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഗീത പറഞ്ഞു, ശരിയമ്മേന്ന് പറയണം. അപ്പോഴേക്കാണ് കോളിംഗ് ബെല്ല് അടിക്കുന്നേട്ടെ. ആരോ പുറത്ത് കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ വരാം, ഞാൻ ആരെന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തിട്ട് വിജയലക്ഷ്മി അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ഗോവിന്ദനോട് ഗീത പറഞ്ഞു, കേട്ടല്ലോ അമ്മ പറഞ്ഞ കാര്യങ്ങൾ എന്താന്ന്, ഇപ്പൊ സമാധാനമല്ലോ എന്ന് പറയാണ്. പിന്നീട് വിജയലക്ഷ്മി നേരെ സിറ്റൗട്ടിലേക്ക് ചെന്നപ്പോ കാണുന്ന കാഴ്ച സത്യദാസ് അവിടെ നിൽക്കുന്നതാണ്. സത്യദാസിനെ കണ്ട വിജയലക്ഷ്മി ഒന്ന് ഞെട്ടി. നിങ്ങളോന്ന് ചോദിക്കണം. അപ്പൊ എന്നെ മനസ്സിലായില്ലേ, ഞാൻ ആരാ എന്താ ഏതാന്നൊക്കെ ഈ പറയുന്നേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കർണാടക സഖി എന്ന് പറഞ്ഞാൽ വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തിന് ഇപ്പൊ ഇനി ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കുകയാണ്. ഇതാണ് വിജയലക്ഷ്മി വെച്ച്, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. അതെ, എന്റെ ജയിൽ ശിക്ഷ കഴിഞ്ഞു, അതിന്റെ കാലാവധി കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. കുറച്ച് നല്ല നടപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ എനിക്ക് ഇറങ്ങാനായിട്ട് സാധിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് നിങ്ങളെ കാണാതെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നാന്ന് പറയാം. നിങ്ങൾക്ക് ഇവിടെ എന്നെ വന്ന് കാണേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് കാണേണ്ട പലരും കാണുമല്ലോ, നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ല, നിങ്ങളെ കാത്തിരിക്കുന്ന സ്ത്രീകളുണ്ടായിരിക്കും. പക്ഷെ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടലെന്ന് പറയണം. അതെനിക്കറിയാം വിജയലക്ഷ്മി, നിങ്ങളെക്കുറിച്ച് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ വന്ന അതിനൊന്നും അല്ലാന്ന് പറയും. എനിക്കൊരു സത്യം പറയണം, അതറിഞ്ഞു കഴിഞ്ഞാൽ ഞാനും കൂടെ പോയേക്കാം. അറിഞ്ഞ സത്യം നിങ്ങളോട് പറയുകയും ചെയ്യണമെന്ന് പറയണം. ഇത് കേട്ട വിജയലക്ഷ്മി ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അറിയേണ്ടതെന്ന് ചോദിക്കും. അതെ, കുറച്ച് നാൾ മുമ്പ് നിന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, അവൾ ഏതാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് വിജയലക്ഷ്മി ചോദിച്ചു, അവളെന്റെ മോള്. എന്റെ അടുത്ത് ഇങ്ങനത്തെ നാടകം കളിക്കല്ലേ വിജയലക്ഷ്മി, എന്താ നിനക്ക് വിശ്വാസം വരുന്നില്ലേ സത്യദാസേ, അതെന്റെ മോളാന്ന് പറയണേ. പിന്നെ നിങ്ങളുടെ മോളാണ് പോലും, ഇത് ഞാൻ വിശ്വസിക്കണല്ലേ, ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറയണം. വിജയലക്ഷ്മി പറഞ്ഞു, അത് പിന്നെ സത്യദാസേ, അവൾ ആരാന്നറിയാവോ, അവൾ അനാർക്കലിയുടെ മോളാന്ന് പറയണം. സത്യദാസേ നീ എന്താ പറയണേ, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. നിന്റെ കൂടെ ഉണ്ടായിരുന്ന അനാർക്കലിയുടെ മോളാണ്. പക്ഷെ ഈ സത്യം അനാർക്കലി അറിഞ്ഞാണ്ടല്ലോ പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്നറിയാലോ. ഇത് കേട്ടോ വിജയലക്ഷ്മി പറഞ്ഞു, സത്യദാസ് ദൈവത്തെ ഓർത്ത് ആരോട് നീ പറയരുത്. ഒരു കാരണവശാലും ഇത് അവരൊന്നും അറിയാനായിട്ട് പാടില്ല. ഈ പറയുന്ന രഞ്ജുവോ അല്ലെങ്കിൽ അനാർക്കലി അറിയാൻ പാടില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, അതെ ഞാനിത് ആരോടും തൽക്കാലത്തേക്ക് പറയാനൊന്നും പോകുന്നില്ല, പക്ഷെ ഞാൻ പറയുന്ന പോലെയൊക്കെ നിങ്ങൾ അനുസരിക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയാ സത്യദാസെ പറയണെന്ന് ചോദിക്കാം. ഞാൻ എന്റെ ഇങ്ങോട്ടുള്ള വരവ് വെറുതെ അല്ല, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതാ. ഇനിയിപ്പോ ജയിലിലേക്ക് കയറാൻ തന്നെയാണ് ഞാൻ ഈ തിരിച്ചു വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോവാനുണ്ട്, അതെനിക്ക് ചെയ്ത് തീർക്കണം എന്ന് പറയണം. അല്ല സത്യദാസെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എങ്ങനെ അവളെക്കുറിച്ച് അറിയാന്ന് ചോദിക്കാം. അവളെക്കുറിച്ച് മാത്രമല്ല അവളുടെ രോഗത്തെക്കുറിച്ചും എനിക്കറിയാം. കുറച്ച് നാളും കൂടെ അവളുടെ ഏട്ടത്തിന്റെ സന്തോഷത്താണെ കഴിയട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിജയലക്ഷ്മിയിൽ ഒരു ഞെട്ടലുണ്ടായി. പിന്നീട് വിജയലക്ഷ്മി വെച്ച്, സത്യം പറഞ്ഞ സത്യദാസെ, അവളുടെ രോഗത്തെക്കുറിച്ചൊക്കെ ആരാ നിങ്ങളോട് പറഞ്ഞു ചോദിക്കാം. അതോ, അത് പിന്നെ ജയിലിൽ കിടന്ന സമയത്ത് നേരത്തെ തന്നെ ജയിലിൽ നിന്ന് വിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുതന്ത്രപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ചാരിറ്റി കർമ്മങ്ങളൊക്കെ. അങ്ങനെ ഒരു തവണ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് റയർ ആയിട്ടുള്ള ഒന്നാണ്. അപ്പം ബ്ലഡ് കൊടുക്കാണ്ട് ഹോസ്പിറ്റലിൽ വന്നു. അങ്ങനെ ബ്ലഡ് കൊടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഗോവിന്ദന്റെ ഭാര്യനെ ഞാൻ കാണുന്നത്. അവര് വിജയലക്ഷ്മിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഗോവിന്ദനെ ശ്രദ്ധിക്കുന്ന പോലും. വിജയലക്ഷ്മി എന്നുള്ള പേര് എനിക്ക് പരിചയമാണല്ലോ. പിന്നീട് അവരുടെ സംസാരങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. കാരണം അന്നാ ഞാൻ തിരിച്ചറിഞ്ഞേ രഞ്ജുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. രഞ്ജു നിങ്ങളുടെ മോളല്ല, അനാർക്കലിയുടെ മോളാന്നുള്ളത്. രഞ്ജുവിന്റെ പേര് അവർ പറയുന്നത് കേട്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി. പിന്നീട് ഞാൻ ആ സത്യം കണ്ടെത്തുമായിരുന്നു, രഞ്ജുവിന്റെ അമ്മ അനാർക്കലിയാന്നുള്ള കാര്യം. പക്ഷെ നിങ്ങൾക്ക് തെറ്റിപ്പോയി വിജയലക്ഷ്മി, നിങ്ങളുടെ വിചാരം ആരും ഇതിനായിട്ടൊന്നും മനസ്സിലാക്കില്ല എന്ന് അന്നേന്ന് ചോദിക്കുകയാണ്.
ദേ സത്യദാസ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കല്. ഒരു കാരണവശാലും രഞ്ജുവോ അനാർക്കലി ഇത് അറിയാൻ പാടില്ല. അനാർക്കലി അറിഞ്ഞിട്ടുണ്ടല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. എനിക്കറിയാം അനാർക്കലി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ ആരോടും പറയാനും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഞാൻ പറയുന്ന പോലെയൊക്കെ അനുസരിക്കണം എന്ന് പറയണം. ഇത് കേട്ടൻ വിജയലക്ഷ്മി പറഞ്ഞു, എന്താ സത്യനാഥ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്ക് ഒരു കാരണവശാലും അവളെ കൈവിടാൻ പറ്റില്ല. അവൾ എൻ്റെ മോളാണ്. ഈ കാര്യം ഇങ്ങനെ ഗോവിന്ദ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ് പിന്നെ എന്നെ വെറുക്കും. വെറുക്കുക മാത്രമല്ല ഈ പറയുന്ന രഞ്ജുവിനെ കൊന്നു കളയുകയും ചെയ്യും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ മോന് അവളെ അന്വേഷിച്ച് നടക്കുക. കൈ കെട്ടിയിട്ടുണ്ടെങ്കിൽ കൊന്നു കൊല വിളിക്കാനായിട്ട്. അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉറപ്പായിട്ടും അവനത് കണ്ടെത്തുക തന്നെ ചെയ്യും. അപ്പം നിന്റെ മോളായിട്ട് നീ കരുതുന്ന രഞ്ജുവാണ് അതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും സഹിക്കില്ല. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ എന്ന് ചോദിക്കണം. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് വിജയലക്ഷ്മി നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം ഇപ്പൊ പ്രൊമോ വിശേഷം ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവരും മറക്കാതെ അതുകൊണ്ട് കേട്ട് കാരണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.